ഞങ്ങളടക്കം ഞങ്ങൾ എന്താ മറുപടി പറയേണ്ടി വെച്ചു. ഇവരെ പാസ്പോർട്ടും ഫണ്ടും കൊടുക്കാൻ വേണ്ടി നമ്മളൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ഏതൊക്കെ ഉസ്താമാരെ കെയർ ഓഫിലാണോ ഇത് വന്നിട്ടുള്ളത് അവരെല്ലാവരും വരാൻ പറഞ്ഞിട്ട് ഇവരോട് നിങ്ങൾ വന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ നിങ്ങളതിൽ ഇടപെടണ്ട, അതിൻ്റെ ആൾക്കാരുണ്ട്, ഓല് വന്ന് ചെയ്തോളെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പലരും വന്ന് സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ സമാധാനപ്പെടി, ഇതിന് പരിഹാരം ഉണ്ടാക്കാം, മൂപ്പര് പരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിച്ച് ഞങ്ങൾക്കും വ്യക്തമായിട്ട് അറിയില്ല, ഇത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉണ്ട് അഫ്സൽക്ക് വിളിക്കണേ, നിങ്ങൾ ആജിമാരോട് ഒരാളും സംസാരിക്കരുത്, ഓഫീസിൽ ആര് വന്നാലും അത് അഫ്സൽക്ക് കൈകാര്യം ചെയ്യും എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ അത് അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നപ്പോൾ നമ്മൾ സമാധാനപ്പെടിയതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് ഇയാൾ വിളിച്ചു വരാണ്, മനസ്സിൽ എനിക്ക് ഒരു 5 ലക്ഷം ഞാൻ തരാം, ഈ ദുബായിക്ക് കയറിക്കോ, എനിക്ക് അവിടെ 1 ലക്ഷം സാലറിയിലുള്ള ജോബ് റെഡിയാക്കാൻ CV അയക്കാറുണ്ട്. ഞാൻ എന്തിനാ അർജന്റായിട്ട് ഇവിടുന്ന് കയറണമെന്ന് പറഞ്ഞു. ഇതേപോലെ കെൻസാറുണ്ട് ഗുൻഷാബികം, അവിടെ അമീറത്തായിട്ടില്ല, ഓളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 5 ലക്ഷം തരാം, ഈ സൗദിക്ക് ജോബ് ഉംറക്ക് അമീറിൻ്റെതുണ്ട്, ഈ കയറിക്കോ എന്ന് പറഞ്ഞു. നടക്കൂലെന്ന് പറഞ്ഞു. ആജിമാരെ ഫണ്ട് കൊടുക്കാൻ ഉദ്ദേശമില്ല ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കുറച്ച് ഇതുണ്ട്, എൻ്റെ ആളുകാരൊന്ന് കൈകാര്യം ചെയ്യും, നിങ്ങൾ മൂപ്പർക്ക് എതിരൊന്നും സംസാരിക്കരുത്, നിങ്ങൾ കൂട്ടി ഒന്ന് സംസാരിക്കാം, അത് നടക്കൂല എന്ന് പറഞ്ഞു. അത് അടിസ്ഥാനത്തിൽ വീണ്ടും പലരും വന്നു. ഇല്യാസ് ഇവിടെ പറയപ്പെട്ട പല ആളുകളും വന്നു. ഇതിൽ മെയിനായിട്ട് ഇവിടെ ഒരു അയ്യൂബ് ലീഗിന്റെ നേതാവാണ്. മൂപ്പര് അവിടെ നിരന്തരം നമ്മളെ കൂടെ പല ബാച്ച് പോയ സമയത്തും മൂപ്പരും വന്നിരുന്നു. എയർപോർട്ടിൽ വരാനോ എല്ലാം അത്രയും കാര്യപ്പെട്ട ആളാണ് മൂപ്പര്. ഇതേപോലെ പുസ്തകം പറഞ്ഞു. അവസാന സമയത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു, ഓലെ ഫണ്ട് ഒരു പെരുന്തൽമണ്ണ ഉള്ള ഒരു ട്രാവൽസിൽ 50 ലക്ഷം. ഓക്കെ, ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ പുസ്തകനോട് ഇവർക്കൊക്കെ അറിയാം. ഞാൻ ഇവിടെ കൂടിയുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതും ഇതിന്റെ പിന്നാലെ ഒരുപാട് കേസ്, എന്റെ പേരിൽ ഒരുപാട് കേസ്, പല കേസുകളും കാര്യങ്ങളും അതിന്റെ പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മീഡിയക്കാരെ സംസാരം കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറഞ്ഞു.